എന്റെ അമ്മ രക്ഷപ്പെട്ടു. ദിവാരേട്ടനെ കണ്ടില്ല, എന്നാലും അമ്മയെ സംഭവിച്ചു. അത് മതി. ഇനിയിപ്പോ അങ്ങനെ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കെട്ടുകൊടുക്കാലോ. ആ തലയിൽ ഞാൻ എങ്ങനെ വെച്ചെന്നറിയോ? 200 ഗ്രാം പുകയിലും 5 പരിപ്പ് വടയും. ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. അവിടെ മുതൽ ഓടിയായിരുന്നു. അനിലതൊക്കെ പോയല്ലോ. പോയെന്നോ? ഏയ് എന്നെ പറ്റിക്കാൻ. 4 മണിക്ക് പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ആയിട്ടില്ല. എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല. എനിക്കിഷ്ടമില്ല. രാധേ, നിക്ക് പറയട്ടെ. അയ്യോ, അവൾക്ക് നല്ല വിഷമായി. പാവം. ഓ അതുകൊണ്ടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്. പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ. അത് ശരിയാ. എന്താ അതിന്റെ ഒരു നെകളിപ്പ്? നിലത്തൊന്നും അല്ല. വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തുക. എന്തേ? അവളെ ഒരു വേലക്കാരത്തിയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ. 8 വയസ്സില് എന്റെ അടുത്ത് വന്നാ. ഞാൻ 2 പ്രസവിച്ചെന്നേ ഉള്ളൂ. എന്റെ 2 മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല, അവളാ. അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരത്തിയായിട്ട് കാണുക? എവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ? നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പ്രാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ എത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? രാധയെന്നും പറഞ്ഞ് മയക്കരം കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തലയോ? ഓഹോ ലത, അത് പോട്ടെ. നീ വാ, നമുക്ക് ഊണഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ? എനിക്കൊന്നും കാണണ്ട. അതിനുള്ള തലവരൊന്നുമില്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട. ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാ കാണിക്കാം. ഏയ് നല്ല സാധനം. എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. എനിക്കൊന്ന് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാജ വാരി കൊടുക്കണം പറഞ്ഞാൽ ആ ചെക്കൻ ഇവിടെ ഊണ് കഴിക്കണില്ല. വെള്ളോടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി എനിക്ക്. മനുഷ്യൻ ഒരു സ്വൈര്യം തരില്ല വെച്ചാ. എന്താ മോളെ ഇങ്ങോട്ട് പോയാല് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് കേറി നിൽക്കണ്. കാണാണ്ട് പോവാ നീ അച്ഛനെ അല്ലേ? ഇത്തിരി നേരത്തെ പോരായിരുന്നില്ലേ? പുലർച്ചെ 5 മണിക്ക്. പറ്റില്ല, കിടന്നു പോയി. ഒരു 1-ാം തീയതി എല്ലാരും കണി കാണിക്കാൻ കള്ളം കുടിച്ചിങ്ങനെ വന്ന് നിൽക്കണോ? പിന്നെ എപ്പോഴെങ്കിലും വന്ന് വാങ്ങി പണ്ടരടിക്ക് പോരെ? അച്ഛൻ്റെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല പിന്നെ കിടന്ന് ഡാൻസ് കളിക്കണോ? അതെ, ഇന്നലെ കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു. ആര്? അമ്മേ? ദേ എന്റെ വോയിലിരിക്കണ കേക്കണ്ട. ഒരമ്മ. നിക്കണി എന്തായാലും നിനക്കൊരു കുറവ്. എന്താ അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. അവളൊരു വർത്തമാനം കേട്ടില്ല തമ്പ്രാട്ടി. ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല. വെതക്ക് ചെല്ലുവിളി പഠിച്ചിട്ടില്ല. ദാമോദരനെ വർത്തിച്ചുണ്ടല്ലോ, വിളിച്ച വിളിപ്പുറത്ത് വരും. അത് വേറെ കാര്യം. ശരി ശരി, ഇതും കൊണ്ട് പോ. പിന്നെ വീട്ടുപണിക്ക് വേറെ ആളെ നോക്കിയേക്കണം. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എങ്ങട്? എനിക്ക് ഇഷ്ടമാർന്നെങ്കിൽ. അതെ, അവൾക്കൊരു ഭാവിയുള്ളതാ. അത് ഞാൻ നശിപ്പിക്കില്ല. ഓ നല്ല ഭാവി. ദിവാകരനോട് പറഞ്ഞാ മതി. ദിവാകരൻ അവളെ എന്റെ അടുത്ത് ആക്കിയത്. അവളെ എന്റെ മോളെ ഭാവിയെ പറ്റി അന്വേഷിക്കാൻ മനുഷ്യ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കും. ദാമോദരനെ ഒരു തമ്പുരാക്കന്മാര് പേടില്ല. സംസാരിക്ക്. വരുന്നുണ്ട് ദിവാകരൻ. എന്റെ അമ്മോ, എന്റെ 10 മിനിറ്റ് അവനോട്. നീ എന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ച് കളയും അല്ലേ? നീ ലോക്കലുണ്ടോ അല്ലേ? എന്റെ അടുത്തേക്ക് വന്ന എന്ത് തെമ്മാർത്തായി കാണുന്നേ? പെൺകുട്ടികളെ ഇടപെടലിട്ടോ. അതിനെ താൻ കാര്യമായി തോന്നിയാസം പറയരുത്. ഞാൻ കണ്ടോ? താൻ എന്ത് പറയണ്ടേ? നീ ഉരുളൊന്നും വേണ്ട, ഞാൻ കണ്ടു. നന്നായി. താൻ പറയന്ന്
കാലത്തന്നെ ഇറങ്ങും കാലങ്ങടെ കൊണ്ട് കാലൻ. കരയണ്ട മോളെ, ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം. മാനം പോയില്ലല്ലോ. ചെത്തുന്നിടത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ രാമകരാട്ടനായതുകൊണ്ടാ. മോനെ മോനെ ഒരു തുള്ളി കൂടി ഇനി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല. എന്താണ് ഷാപ്പിൽ ചെന്നിട്ട് നിന്റെ ഒരു കുപ്പിന് എനിക്ക് മേടിച്ചു അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട്ട് പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തിട്ട് അധികണം. എടാ പോരാ, നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അവിടെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നത്. അല്ല, ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരഗതി ഇല്ലാതെ കണ്ട് കണ്ണിൽ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂത്ത ഗാംഗുവേന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ? അതിന് ദാമോദരൻ അത്രയും ചെറ്റയിരിക്കണം. പോകാൻ പറയണോട്. മോനോ ഒറ്റ ചവിട്ടിന് തന്റെ എല്ലി ഓടിച്ചേനെ. പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ല പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ രണ്ടു കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കേ, അതേ പറയൂ. കത്തി കൂട്ടിലതാ, അത് തെങ്ങി എത്താനുള്ള ഐശ്വര്യമുള്ള. നിനക്കെന്റെ പെണ്ണിനെ വേണം ആ പന്നി. മേലാലെന്റെ പെണ്ണ് പോണ വഴിയുടെ 7 അയലത്തിന് വന്ന മൂക്കേനരി നായിന്റെ മോനെ. ഇല്ല ദിവാര, ഈ കത്തി. പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. ഇല്ല, നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കിൽ ഇതിന് ബദല് ചെയ്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ലോ അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നത്? ചായ തണുക്കും. മധുരട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട. പഴം അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കേട്ടണേ? ശമ്പളം കിട്ടി അതെങ്ങനെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ട. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറിയ വിവരം അറിയുന്നീ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുതരം പാട്ടും. നിന്നെ കാണുമ്പോൾ മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊഴയാനും ഇളിച്ചു കാട്ടാനും നിൽക്കണ്ടാവും. ആരളിച്ചു കാട്ടി? നീ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം. മര്യാദക്കൊക്കെ ജീവിച്ചു. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആഹാ ദിവാര, ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണണമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരൂ?
കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ ഇപ്പൊ പറയാ? കാശ് അധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന 2 പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം. അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്. ആഹാ കലക്കല്ലോടി. ഉവ്വ നിറങ്ങണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയിക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ? ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിപ്പീട്ടോ? അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ആ ഇതെന്താ ഇത്? ഉപ്പുമില്ല, ഒടുക്കത്തെ ഒരു മുളകും. നിനക്ക് ഹോട്ടലിൽ തെറ്റിയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ തള്ള. ഇതില് അരിയിലെ കല്ല് കളഞ്ഞ് വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചു ഞാൻ വേണമെങ്കിൽ വെച്ച് വൈകിട്ട് പോടാ. കണ്ണും കൊണ്ടുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് കുറ്റ ഊർത്തം കെട്ട്. ഇവന്റെ ഇടയിൽ നിന്ന് പോയി കെട്ടിയ മതിയായിരുന്നു എമ്പോക്കി. നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്ക്. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയായി കോലത്ത് വാങ്ങിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണം. അവളെ കിടത്തി പൊറപ്പിക്കോ തള്ള. എടാ ചമ്പമാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവൾക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണം. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയില്ലേ? ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര് ഇവിടെ നിരുതല്ലേ? എനിക്കിപ്പോ മനസ്സില്ല. നന്ദിയില്ലാത്ത പാറ്റയുടെ മോൻ. തള്ളേ തള്ളേ. അമ്മേ, ഇത്ര പെട്ടെന്ന് തുടങ്ങി. അമ്മേ എന്താ? ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ. എണീറ്റേ. വിടടാ, ഞാൻ ചീത്തയാ. എന്നെ തുടർന്ന പോടാ. എന്നെ തുടർന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. വിട് തന്നെ, വിട്. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന നീ പറയണ കേട്ട് കേട്ട് അവക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ? ആ കുട്ടി മടിയിലിട്ട് മുല കൊടുക്കേണ്ട പ്രായല്ലേ? ചൊണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പോ 2 പെറ്റേനെ. ഈ അമ്മയുടെ ഒരു വർത്താനം.